من أصحاب رسول الله رجال 10 خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى. أولهم والد عائشة زوج رسول الله وبكره أبو بكر أول من آمن الصديق رفيق الهجرة كان يحب رسول الله أبدا ليس يخالف أمره أنفق أعتق لم يتردد يرجو الله فعظم أجره. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه وأتباعه وأهل بيته أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരും ബഹുമാന്യരുമായ സഹോദരീ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനെ നല്ല രീതിയിൽ സ്വീകരിച്ച് യാത്രയാക്കുവാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൽ വിശുദ്ധമായ ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള അമലുകളായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നാളെ സ്വർഗീയ പ്രവേശനം നമുക്കേവർക്കും അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുന്നു. പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരിൽ പ്രധാനിയായ മഹാനായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ആരാണ് നോമ്പുകാരനായിട്ടുള്ളത്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാനുണ്ട് നബിയെ. രണ്ടാമത്തെ ചോദ്യം വീണ്ടും നബി തങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ജനാസയെ അനുഗമിച്ചവരുണ്ടോ? അപ്പോൾ അവിടുന്ന് വീണ്ടും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഹൽ ഫീക്കും മൻ ആദ മരീദൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചവരായിട്ടുണ്ടോ? അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് മറുപടി പറയുന്നത്, ഞാനുണ്ട് നബിയെ. റസൂലുള്ളാഹി തങ്ങൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്, ഹൽ ഫീക്കും മൻ തസദ്ദഖ ബിസദഖ, ഇന്നാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സദഖ ചെയ്യുവാൻ ശ്രമിച്ചവരുണ്ടോ? അപ്പോഴും ഒരേ ഒരു വ്യക്തിയിൽ നിന്നാണ് മറുപടി വരുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് നബിയെ. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മജ്തമഅന ഫീ ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഒരു മനുഷ്യനിൽ ഈ കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ ഇല്ല, അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വീടായ സ്വർഗത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ നിന്ന് കടക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തി മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരിക്കും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിനെ കൂടെ നിൽക്കുമ്പോൾ നബിതങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അമാ ഇന്നക യാ അബൂബക്കർ,
അവ്വലു മൻ യദ്ഖുലുൽ ജന്ന മിൻ ഉമ്മത്തി, അല്ലയോ അബൂബക്കർ, താങ്കളാണ് എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക. സ്വർഗത്തെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച മറ്റ് സ്വഹാബിമാർ ഉണ്ട് എന്നിരിക്കെ തന്നെ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന വ്യക്തി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും. സ്വർഗീയ കവാടങ്ങൾ, ഓരോ കവാടങ്ങളിലൂടെയും ഓരോ വ്യക്തികൾക്ക് ഓരോ നന്മകൾ ചെയ്തവർക്ക് കടക്കാൻ കഴിയുമെന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. ആരെങ്കിലും നിസ്കാരം പതിവായി നിർവഹിക്കുവാൻ തയ്യാറായിട്ടുള്ള ആളായിട്ടുണ്ട് എങ്കിൽ ദുഅയ്യ മിൻ ബാബി സ്വലാ, അവനെ നിസ്കാരത്തിൻ്റെ പേരിലുള്ള ഒരു വാതിലിലൂടെ ക്ഷണിക്കപ്പെടും സ്വർഗത്തിലേക്ക്. ഒമൻകാന മിൻ അഹ്ലിൽ ജിഹാദി ദുഅയ്യ മിൻ ബാബിൽ ജിഹാദ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരത്തിലേർപ്പെടാൻ തയ്യാറായവരുണ്ട് എങ്കിൽ, ആത്മാർത്ഥതയോടുകൂടി അത് നിർവഹിച്ചവരുണ്ട് എങ്കിൽ അവരെ അള്ളാഹു വിളിക്കുന്നത് ജിഹാദിൻ്റെ ബാബിൻ്റെ ഭാഗത്തിലൂടെയാണ്. ആരെങ്കിലും ഒമൻകാന മിൻ അഹ്ലി സദഖത്തി ദുഅയ്യ മിൻ ബാബി സദഖ, ആരെങ്കിലും സ്വതക്കയുടെ കാര്യത്തിൽ ഗൗരവത്തോടുകൂടി ആ കാര്യം കണ്ടാൽ അതിനെ നിർവഹിച്ചാൽ അവരെ സ്വതക്കയുടെ ബാബിലൂടെ വിളിക്കപ്പെടും, സ്വതക്കയുടെ വാതിലിലൂടെ വിളിക്കപ്പെടും. ആരെങ്കിലും ഒമൻകാന മിൻ അഹ്ലി സിയാമി ദുഅയ്യ മിൻ ബാബി സിയാം വബാബി റയ്യാൻ, നോമ്പനുഷ്ഠിക്കുവാൻ തയ്യാറായിട്ടുള്ള ആളുകൾ. വിശുദ്ധമായ റമളാനിൽ നമ്മളെല്ലാവരും നോമ്പുകാരാണ്. അള്ളാഹുവും നമ്മളും തമ്മിൽ മാത്രം അറിയുന്ന രഹസ്യമായ ഏക ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അസ്സൗമു ലീ വ അന അജ്സീ ബിഹി എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതിൻ്റെ പ്രതിഫലം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞത്. ആ നോമ്പ് നോക്കുവാനും റമദാനല്ലാത്ത സമയങ്ങളിലും സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുവാനുമൊക്കെ തയ്യാറായി നോമ്പിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായിട്ടുള്ള ആളുകളെ ബാബു സിയാമിലൂടെ അഥവാ ബാബു റയ്യാൻ എന്ന കവാടമാണ് നോമ്പുകാർക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളത്. ആ വാതിലിലൂടെയായിരിക്കും സ്വർഗത്തിലേക്ക് അവരെ ക്ഷണിക്കപ്പെടുക. ഈ ഒരു ഹദീസിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ആ ഹദീസിൽ തന്നെയുള്ള മറ്റൊരു സംഭവം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ, മാ അലാ ഹാദല്ലദീ യുദ്ആ മിൻ തിൽക്കൽ അബ്വാബി കുല്ലിഹാ മിൻ ദറൂറ ഫഹൽ യുദ്ആ അഹദും മിൻ തിൽക്കൽ അബ്വാബി കുല്ലിഹാ, ആരെങ്കിലും ഈ പറയപ്പെട്ട എല്ലാ വാതിലുകളിലൂടെയും കടക്കാൻ അർഹത നേടുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ആരെങ്കിലും വിളിക്കപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊടുക്കുന്ന മറുപടി, ഖാല നഅം വഅർജു അൻ തകൂന മിൻഹും യാ അബൂബക്കർ, അബൂബക്കറെ, അതേ വിളിക്കപ്പെടുന്ന ആൾ എല്ലാ വാതിലിലൂടെയും കടക്കും, അങ്ങ് ആ ആളുകളിൽ പെട്ടവനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടല്ലാതെ മറ്റൊരാളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത്രമേൽ മഹോന്നതമായ സ്ഥാനമാനം അലങ്കരിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത കാര്യം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. ഭരണമേറ്റെടുക്കാൻ വേണ്ടി വരുന്ന സമയം അല്ലെങ്കിൽ ഭരണമേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ വിവരിച്ചു. അൻസാരികളിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഒരുമിച്ചുകൂടി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിയെ, മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ നേതാവായി തീരുമാനിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻസാരികളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നേതാവിനെ അൻസാരികൾ മുഴുവൻ ആളുകളിൽ നിന്നും നേതാവാക്കി മാറ്റാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ യോഗം കൂടി എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളിൽ നിന്ന് വന്ന ഹദീസിൽ ഒന്നിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഖൈറു ദുവരിൽ അൻസാരി ദാറു ബനിൻ നജ്ജാർ സുമ്മ ബനു അബ്ദുൽ അഷ്ഹൽ സുമ്മ ബനു അബ്ദുൽ ഹാരിസ് ബിനുൽ ഖസ്റജ് സുമ്മ ബനു സായിദ. ആ ആളുകൾ ഒരുമിച്ച് കൂടിയത് ബനു സായിദ ഗോത്രത്തിൻ്റെ നേതാവായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു. ബനു സായിദ ഗോത്രത്തിൽപ്പെട്ട മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു. വഫീ കുല്ലി ദുവരിൽ അൻസാരി ഖൈർ, എല്ലാ അൻസാരികളുടെ വീടുകളിലും എന്തുണ്ട്? ഖൈറുണ്ട് എന്ന് ഒരു ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറയപ്പെട്ട ബനു നജ്ജാർ, ബനു അബ്ദുൽ അഷ്ഹൽ, ബനു അബ്ദുൽ ഹാരിസ് ബിനുൽ ഖസ്റജ്, ഈ 3 വിഭാഗക്കാരും ഒരിക്കലും ഇമാമത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കലും തർക്കിക്കുകയോ ചർച്ച ചെയ്യുവാനോ അവർ തയ്യാറായിട്ടില്ല. അവർ ബനു സായിദക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ചില സഹാബികൾ മാത്രമാണ് അൻസാരികളുടെ കൂടെ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ അൻസാരികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇമാമത്തിന് യോഗ്യനായ ഒരാൾ എന്ന നിലയിൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ തീരുമാനിച്ചു എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അത് തിരുത്തുവാനാണ് ഈ ഒരു വിഷയം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന വ്യത്യസ്തമായ പ്രയാസങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് എന്ത് ചെയ്തു വെച്ചുവോ, എന്ത് കാണിച്ചുവോ അത് അതേപടി തൻ്റെ ജീവിതത്തിലും തൻ്റെ ഭരണകാലഘട്ടത്തിലും നിർവഹിക്കുവാനും നടപ്പിലാക്കുവാനുമാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറായത്. ഖാമ റളിയല്ലാഹു അൻഹു മഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്താണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലേക്ക് കടന്നു വരുന്നത്. വലം യഖ്ലു ബിശൈ കമാ ഖാല അൻ നഫ്സിഹി ഇന്നി ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിരുന്നുവോ അത് തുടർന്ന് ചെയ്തു കൊണ്ടുപോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നി യഖ്ഷാ ഇൻ തറക്തു ഷൈഅൻ മിൻ അംരിഹി അൻ ഉസീഗ. റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ ഞാൻ പിഴച്ചു പോകുവാനോ മാർഗഭ്രംശം സംഭവിച്ചു പോകുവാനോ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഞാനതിനെ ഭയപ്പെടുന്നു എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുറേ ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തിരികെ തങ്ങളുടെ പഴയ മതത്തിലേക്ക് കടന്നു പോകുവാൻ തയ്യാറായി മുർത്തദ്ദുകളായി പോകുകയാണ്. കുറേ ആളുകൾ റസൂലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകത്വം വാദിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഈ ആളുകൾക്കൊക്കെ എതിരെ ധർമ്മസമരത്തിനു വേണ്ടി ഇറങ്ങേണ്ടത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. മറ്റു ചില ആളുകൾ മുമ്പോട്ട് വന്നത് സകാത്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇത്തരം വലിയ വെല്ലുവിളികൾക്ക് മുമ്പിലാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. ചഞ്ചലഹൃദയരായ പല ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ഭയചകിതരായി നിൽക്കുമ്പോൾ അവർക്ക് മുമ്പിൽ അവരുടെ ഈമാൻ സംരക്ഷിക്കുമാർ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഭാഷണവും സംസാരവുമാണ് അവരെ ദീനിൽ അടിയുറച്ചു നിർത്തുവാൻ കാരണമായത്. പ്രവാചകത്വവാദവുമായി ചില ആളുകൾ കടന്നു വന്ന കൂട്ടത്തിൽ പ്രധാനികളായ ചില ആളുകൾ ഒന്ന് മുസൈലിമത്തുൽ കദ്ദാബാണ്. അദ്ദേഹം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ യുദ്ധം ചെയ്തു. ഖാതല അഹ്ല റിദ്ദ ഹുവ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അന്നല്ലദീ ഖാതല അഹ്ല റിദ്ദതി ഹുവ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഅസ്ഹാബുഹു ഖാതല മുസൈലിമത്തുൽ കദ്ദാബ് അൽ മുദ്ദഇ ലിന്നുബുവ വഅത്ബാഅഹു ബനി ഹനീഫ. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയും അദ്ദേഹത്തിൻ്റെ പിന്നണികളായിട്ടുള്ള ബനു ഹനീഫക്കാരോടും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. അതുപോലെ തന്നെ വാഹിലുൽ യമാമയുടെ അഹ്ലികാരോടും അവിടുന്ന് യുദ്ധം ചെയ്തു. ഒരഭിപ്രായ പ്രകാരം അവർ 100,000-ൽ പരം ആളുകളുണ്ടായിരുന്നു എന്നായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബിനെയും അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്ന ആളുകളെയും കണക്ക് കൂട്ടുമ്പോൾ 100,000-ൽ പരം ആളുകളുണ്ടായിരുന്നു എന്നാണ് ഒരഭിപ്രായം. അതുപോലെ തന്നെ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് യുദ്ധം ചെയ്യേണ്ടി വന്ന മറ്റൊരു കള്ളപ്രവാചകൻ തുലൈഹത്തുൽ അസ്ദി എന്ന വ്യക്തിയാണ്. അദ്ദേഹം നുബുവത്ത് വാദിച്ചു. അദ്ദേഹം നജ്ദ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ അസദ് ഗോത്രക്കാരും ഗത്ഫാൻ ഗോത്രക്കാരും അദ്ദേഹത്തെ പിൻപറ്റാൻ തയ്യാറായി കടന്നു വന്നു. അദ്ദേഹവും നുബുവത്ത് വാദിച്ചു. അദ്ദേഹത്തിനെതിരെയും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമരത്തിലേർപ്പെട്ടു. മറ്റൊരു പ്രവാചകത്വവാദവുമായി കടന്നു വന്ന ഒരു സ്ത്രീയാണ് സജാഹ് എന്ന് പറയുന്ന സ്ത്രീ. അദ്ദേഹത്തെയാണ് മുസൈലിമത്തുൽ കദ്ദാബ് വിവാഹം കഴിച്ചത്. മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ് നേരത്തെ സൂചിപ്പിച്ച വിഷയം. സക്കാത്ത് കൊടുക്കുവാൻ തയ്യാറാവാതിരുന്ന ചില ആളുകൾ, സക്കാത്തിനെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച ചില ആളുകൾ, അവർക്കെതിരെയും സമരത്തിലേർപ്പെടുവാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറായി. ഈ വിഷയത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും സിദ്ദീഖ് റളിയല്ലാഹുവും തമ്മിൽ നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. ഈ ആളുകളോട് എന്തുകൊണ്ട് യുദ്ധം ചെയ്യണം എന്നുള്ളതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കൈഫ നുഖാതിലുൻ നാസ വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു അൻ നുഖാതിലൻ നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് അത് പറയുന്നതുവരെ സമരത്തിലേർപ്പെടുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ആ ആളുകളോട് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ തന്നെയാണ് സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറയുന്നത്. അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ എങ്ങനെയാണ് അവരോട് നമ്മൾ യുദ്ധം ചെയ്യുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഫഇദാ ഖാലുഹാ അസമൂ മിന്നി ദിമാഅഹും വഅംവാലഹും ഇല്ലാ ബിഹഖിഹാ വഹിസാബുഹും അലല്ലാഹ്. ആ ഹദീസിൻ്റെ ബാക്കി, അവരെങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവരുടെ സ്വത്തും അവരുടെ രക്തവും അവരുടെ എല്ലാം സംരക്ഷിക്കപ്പെടും, ഹക്ക് കൊണ്ടല്ലാത്ത വിഷയങ്ങളൊഴികെ. സമ്പത്തിൽ എന്തെങ്കിലും ഹക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരിക്കലും സംരക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല എന്ന് ആ ഹദീസിൽ തന്നെ വ്യക്തമാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ഇല്ലാ ബിഹഖിഹ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആ ഉപയോഗിച്ചിട്ടുള്ളത് ഫഇന്ന സകാത്ത മിൻ ഹഖിഹ, സമ്പത്തിൽ നിന്നുള്ള ഉത്തരവാദിത്തമാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. അത് കൊടുക്കാത്ത പക്ഷം അവർക്ക് അവരുടെ സ്വത്തും അവരുടെ രക്തവും സംരക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്, വല്ലാഹി ലൗ മനഊനി ഇനാഖൻ കാനൂ യുഅദ്ദൂനഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുത്തിരുന്ന ആളുകൾ കൊടുത്തിരുന്ന ഒരു ഒട്ടകത്തിൻ്റെ കഴുത്തിലിടുന്ന ഒരു കയർ, ആ കയറ് കൊടുക്കുവാൻ അവർ മടി കാണിക്കുന്നുവെങ്കിൽ, അത് വിസമ്മതിക്കുന്നുവെങ്കിൽ അതിനെതിരെ പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് പറയുകയാണ്, ഫവല്ലാഹി മാ ഹുവ ഇല്ലാ അൻ റഅയ്തുല്ലാഹ ഖദ് ശറഹ സദ്റ അബീ ബക്കർ ലിൽ ഖിതാൽ ഫഅറഫ്തു അന്നഹുൽ ഹഖ്. അള്ളാഹുവാണ് സത്യം, ഞാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിന് അള്ളാഹു വിശാലത കാണിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹം ഹക്കിൻ്റെ ഭാഗത്താണ് എന്ന് അപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ച ഒരു സൈനിക നടപടി എന്ന നിലയിൽ സിറിയയിലേക്ക് പോകേണ്ടിയിരുന്ന മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ സിറിയയിലേക്ക് അയക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു ഉത്തരവാദിത്വം. ഹിജ്റയിൽ വർഷത്തിൽ 11ാമത്തെ വർഷത്തിൽ സഫർ മാസം അവസാനത്തെ തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോമ സാമ്രാജ്യത്തിൻ്റെയും അറേബ്യയുടെയും അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഒരു സൈന്യത്തെ അയക്കുവാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പറയുന്നത്. മുഹാജിറുകളിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട പ്രമുഖന്മാരായ സ്വഹാബിമാർ പല ആളുകളും യാത്രക്കൊരുങ്ങുവാൻ വിധങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്,
അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, അങ്ങനെ പ്രമുഖരായ പല സഹാബിമാരുമുണ്ട്. ആ സഹാബിമാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രക്കൊരുങ്ങുവാൻ പറയുകയാണ്. പിറ്റേ ദിവസം ചൊവ്വാഴ്ച മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സിറിയയിലേക്ക് പോകുന്ന സൈന്യത്തിൻ്റെ നേതാവാണ്, ആ നേതാവായി ഞാൻ താങ്കളെ നിയമിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവിടേക്ക് പോയി തിരികെ വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്. പിറ്റേ ദിവസം ബുധനാഴ്ച ആയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഫാത്തിനോടനുബന്ധിച്ചിട്ടുള്ള രോഗം വളരെ ശക്തമാവുകയാണ്. എങ്കിലും അതിൻ്റെ പിറ്റേ ദിവസമായ വ്യാഴാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ യുദ്ധത്തിനു വേണ്ടിയിട്ടുള്ള പതാക കെട്ടി മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കൾ യുദ്ധത്തിന് പോവുക, സത്യനിഷേധികളോട് അങ്ങ് പോരാടുക എന്ന് പറഞ്ഞ് നബി തങ്ങൾ മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുകയാണ്. അവരങ്ങനെ യാത്ര പുറപ്പെട്ടു. മദീനയുടെ വടക്ക് 3 മൈൽ അകലെയുള്ള അൽ ജുറുഫ് എന്ന സ്ഥലത്തെത്തി അവിടെ താവളമടിക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പോകുവാൻ തയ്യാറാകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് രോഗമാണല്ലോ, അതുകൊണ്ട് അല്പം കൂടി സമയം അവിടെ കാത്തതിന് ശേഷം സമാധാനത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോകാമെന്ന് തീരുമാനിക്കുകയാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കെയാണ് റസൂലിൻ്റെ രോഗം കുറച്ചുകൂടി മോശമായി, കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്ന വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. തിരികെ മദീനയിലേക്ക് തന്നെ അദ്ദേഹം കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നു. കൂടെയുള്ള ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു വരുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയക്കത്തിലാണ്. അവിടെ നിന്ന് വന്ന് റസൂലുള്ളാഹിൻ്റെ നെറ്റിയിൽ ചുംബിച്ച് ആ ചുംബനം ഉണ്ടായ സമയത്ത് നബി തങ്ങൾ കണ്ണു തുറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി ഉസാമ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ സംസാരിക്കുന്നില്ല, പക്ഷേ അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹു കൈകൾ ഉയർത്തിയത് തനിക്ക് വേണ്ടിയാണ്, പ്രാർത്ഥിക്കുവാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു. പിറ്റേ ദിവസവും ഉസാമ റളിയല്ലാഹു അൻഹു, അന്ന് തിങ്കളാഴ്ചയാണ്, ആ ദിവസം വന്നു നോക്കുമ്പോഴും റസൂലുള്ളാഹി തങ്ങൾക്ക് ചെറിയ ആശ്വാസമുള്ളതായി തോന്നിയപ്പോൾ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഉസാമ, നിങ്ങൾ സിറിയയിലേക്ക് യാത്ര പുറപ്പെടണം. ഇങ്ങനെ പലതവണ ആവർത്തിച്ച് താങ്കൾ സിറിയയിലേക്ക് പോകണം, അതിൻ്റെ ആ ഒരു യാത്രയുടെ നേതാവാണ് അങ്ങ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ച ആ സൈനിക നടപടിക്ക് വേണ്ടിയിട്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. സ്വഹാബിമാരിൽ പ്രമുഖരായ പല ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരിക്കെ ചെറുപ്പക്കാരനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ സൈനിക നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടതിൽ തന്നെ അന്നു തന്നെ ചില ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അദ്ദേഹം സിറിയയിലേക്ക് പോകുവാൻ വീണ്ടും തയ്യാറെടുക്കുന്നതിൻ്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം മൂർച്ഛിച്ച് മരണാസന്നനാണ് എന്ന വാർത്ത അദ്ദേഹം അറിയുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഉമ്മു ഐമൻ ബീവിയുടെ ഒരു ദൂതനാണ് ആ വാർത്ത ഇവരോട് വന്ന് പറയുന്നത്. ഉടൻ തന്നെ യാത്ര നിർത്തിവെച്ച് എല്ലാവരും മദീനയിലേക്ക് തിരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അവർ മദീനയിലെത്തിയ ഉടൻ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗാനന്തരം പല ഭാഗത്തും മതപരിത്യാഗികൾ, മുർത്തദ്ദുകൾ, സകാത്ത് നിഷേധികൾ, കള്ളപ്രവാചകന്മാർ, പല രൂപത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ തിരിയുവാൻ രംഗത്തു വരാൻ തുടങ്ങി എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അവർ ഇസ്ലാമിനെതിരെ കലാപത്തിൻ്റെ കൊടി ഉയർത്തി. മദീന യഥാർത്ഥത്തിൽ വലിയ ഒരു ആശങ്കയുടെ വക്കിലായി തീർന്നു. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നവരോട് കൂടെ ജൂത ക്രൈസ്തവ വിഭാഗക്കാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ സിറിയയിലേക്ക് ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ
ഒരു സൈന്യത്തിനെ അങ്ങോട്ട് അയക്കുക എന്നുള്ളത് ഒരിക്കലും അനുയോജ്യമായ കാര്യമല്ല എന്ന് പല സ്വഹാബിമാരുടെയും അഭിപ്രായമായി ഉണ്ടായിരുന്നു. പലർക്കും അത് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞയക്കാൻ പലതവണ ആഗ്രഹിച്ചിരുന്ന ആ സൈന്യത്തെ താൻ പറഞ്ഞയക്കുക തന്നെ ചെയ്യുമെന്ന നിലപാടിൽ ഉറച്ചു നിന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ സംസ്കരണത്തിന് ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് സൈന്യത്തോടൊപ്പം സിറിയയിലേക്ക് പുറപ്പെടാൻ തന്നെ കൽപ്പിച്ചു. ആ സൈന്യത്തിൽ പോകാത്ത മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളോട് മദീനയുടെ സംരക്ഷണം ഏറ്റെടുക്കുവാനും അവിടുന്ന് ആഹ്വാനം ചെയ്തു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ഉസാമ റളിയല്ലാഹു അൻഹുവിനെ കാൽനടയായി അനുഗമിച്ചു. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്തും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നും പോകുന്നത് പല ആളുകളും കാണുകയാണ്. താനിരിക്കുന്ന വാഹനത്തിൻ്റെ പിറകിൽ മുസ്ലിമീങ്ങളുടെ ഖലീഫ നടക്കുന്നത് കണ്ടപ്പോൾ വിഷമവും ലജ്ജയും തോന്നിയ മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, തിരുദൂതരുടെ ഖലീഫ അങ്ങ് വാഹനത്തിൽ കയറിയാലും ഞാൻ അങ്ങയുടെ പകരം നടന്നുകൊള്ളാമെന്ന് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, താങ്കൾ ഒരിക്കലും വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, ഞാൻ വാഹനത്തിൽ കയറുകയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്പസമയമെങ്കിലും എൻ്റെ കാൽപാദങ്ങളിലും പൊടി പുരണ്ടുകൊള്ളട്ടെ എന്നവിടുന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉസാമ റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുക്കുകയാണ്. ഏതൊരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോഴും യുദ്ധത്തിൻ്റെ മര്യാദകളെക്കുറിച്ച് നേതാക്കന്മാർ അണികൾക്ക് നൽകുന്ന, ഇസ്ലാമിക നേതാക്കന്മാർ അണികൾക്ക് നൽകിയിരുന്ന വലിയ ഒരു നിർദ്ദേശത്തിൻ്റെ ഒരു പാഠമുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ചതിപ്രയോഗം നിങ്ങൾ നടത്തരുത്, നിങ്ങളൊരിക്കലും മോഷ്ടിക്കരുത്, വിശ്വാസവഞ്ചന കാണിക്കരുത്, ആരുടെയും അംഗവൈകല്യം നിങ്ങൾ വരുത്തരുത്, കുട്ടികളെ, വൃദ്ധന്മാരെ, സ്ത്രീകളെ ആരെയും നിങ്ങൾ അകാരണമായി ഒരിക്കലും കൊല്ലരുത്, ഈത്തപ്പനകൾ കരിക്കുകയോ വൃക്ഷങ്ങൾ പറിച്ച് മാറ്റുകയോ ചെയ്യരുത്, ഫലവൃക്ഷങ്ങൾ നിങ്ങൾ മുറിക്കരുത്, ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടിയല്ലാതെ മൃഗങ്ങളെ നിങ്ങൾ അറുക്കരുത്, മഠങ്ങൾക്കുള്ളിൽ പ്രാർത്ഥനാ നിമഗ്നരായി കഴിയുന്ന പാവങ്ങളായിട്ടുള്ള ആളുകളുണ്ടാകും, അവരിലൂടെ നിങ്ങൾ കടന്നു പോകും, അവരെ നിങ്ങൾ ധ്യാനിക്കുവാൻ വേണ്ടി അവർക്ക് അവസരം നൽകണം. നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് സൈന്യത്തെ യാത്രയാക്കുമ്പോൾ അവസാനമായി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പക്കാരനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അപേക്ഷിക്കുകയാണ്, വിരോധമില്ലെങ്കിൽ എനിക്കൊരു സഹായത്തിനു വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് എൻ്റെ കൂടെ തന്നെ അയച്ചു തരണം. ഉസാമ റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവും കൂടി മദീനയിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണ്. കള്ളപ്രവാചകന്മാരായി കടന്നു വന്ന ആളുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുവല്ലോ. അതിൽപ്പെട്ട മറ്റൊരു പ്രധാനിയാണ് അസ്വദുൽ അൻസി. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടുന്ന് രോഗശയ്യയിലേക്ക് വഫാത്തിന് മുമ്പുള്ള രോഗശയ്യയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ കടക്കുവാൻ പോവുകയാണ്. ആ രോഗം തുടങ്ങുന്ന സമയത്ത് രോഗം തുടങ്ങിയെന്ന് വിവരമറിഞ്ഞപ്പോഴാണ് അസ്വദുൽ അൻസി നുബുവത്ത് വാദവുമായിട്ട് കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ആദ്യത്തെ മതപരിത്യാഗമായിരുന്നു അസ്വദുൽ അൻസിയുടേത്. ആ സമയം വരെ നജ്റായിൽ ഒരു മലയോര പ്രദേശമായ ഖുബ്ബാൻ എന്ന പ്രദേശത്തിൻ്റെ താഴ്വരയിൽ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു കൊണ്ട് രഹസ്യമായിട്ട് ആളുകളെ കൂട്ടി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോവുകയായിരുന്നു. ജിന്ന് സേവകനായി, ജ്യോതിഷനായി, കൺകെട്ട് വിദ്യക്കാരനായിട്ടൊക്കെ ആളുകൾക്ക് ഇടയിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ചില കാര്യങ്ങൾ അദൃശ്യമായത് പറയുകയും ചില അത്ഭുതങ്ങൾ ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗോത്രം മദ്ഹിജ് ഗോത്രമാണ്. അതിൻ്റെ ഒരു ശാഖയായ അൻസ് ഗോത്രത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മദ്ഹിജ് അതിൻ്റെ ഉപശാഖയായ അൻസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അസ്വദുൽ അൻസിയുടെ യഥാർത്ഥ പേര് അബ്ഹലത്ത് ബിൻ കഅബ് എന്നാണ്.
എപ്പോഴും വലിയൊരു തലപ്പാവ് അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടാകും. സ്ത്രീകൾ ഇടുന്നത് പോലെ ഒരു മേൽവസ്ത്രം തലയിൽ ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ടാണ് നടക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആളുകൾ വിളിച്ചിരുന്നത് ദുൽ ഖിമാർ എന്നാണ്, തലമക്കനക്കാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആളുകൾ അറിയുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പേര് അസ്വദ് എന്ന് തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹം സ്വന്തമായി സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേര് റഹ്മാനുൽ യമൻ എന്നായിരുന്നു. തൻ്റെ ഗോത്രക്കാരായിട്ടുള്ള മദ്ഹിജിൻ്റെയും അൻസിൻ്റെയും ശക്തമായ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 700 പേര് വരുന്ന ഭടന്മാരുമായി അസ്വദ് രംഗത്ത് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനിൽ നിയോഗിച്ച ഗവർണർമാർക്കെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുവാൻ തയ്യാറാവുകയാണ്. അവർക്ക് കത്തെഴുതുകയാണ് അദ്ദേഹം. അതിക്രമകാരികളായ മനുഷ്യരെ, നിങ്ങൾ എൻ്റെ നാടാണിത്, നിങ്ങളിവിടെ കാണിക്കുന്നത് അന്യായമാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ രാജ്യം വിട്ടുപോകണം. സാക്ഷാൽ ഭരണാധികാരി ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടിമകളായി അല്ലെങ്കിൽ എൻ്റെ ഗവർണർമാരായി ഇവിടെ തുടരാം. സക്കാത്തും മറ്റുമായി നിങ്ങൾ ശേഖരിച്ചു വച്ചിട്ടുള്ള സമ്പത്ത് മുഴുവനും എൻ്റെ പക്കൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് കത്തെഴുതി. ഗവർണർമാർ ഇതനുസരിക്കാതെ വന്നപ്പോൾ ബലപ്രയോഗത്തിലൂടെ രാജ്യം പിടിച്ചടക്കുവാൻ അദ്ദേഹം ശ്രമം തുടങ്ങി. നിജറാൻ എന്ന പ്രദേശം ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ ഗവർണറെ അദ്ദേഹം പുറത്താക്കി. മഹാനായ അംർ ഇബ്നു ഹസം റളിയല്ലാഹു അൻഹുവും അയൽ സംസ്ഥാനത്തിലെ ഗവർണറായ ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോയി. അദ്ദേഹം അതിനുശേഷം അസ്വദ് പിന്നീട് തിരിഞ്ഞത് സൻആ എന്ന പ്രദേശത്തിന് എതിരെയാണ്. ഷഹ്ർ ഇബ്നു ബാദാൻ എന്നവരായിരുന്നു അന്ന് അവിടെ ഭരണം നടത്തിയിരുന്നത്. അസ്വദ് ഷഹ്ർ ഇബ്നു ബാദാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയൊക്കെ വിരട്ടി ഓടിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിരുന്ന ആദാദ് എന്ന സ്ത്രീയെ തടവിലാക്കിയിട്ട് അദ്ദേഹം വിവാഹം ചെയ്തു. ആദാദിനെ അസ്വദുൽ അൻസി വിവാഹം കഴിച്ചു. പക്ഷേ ആദാദ് മുസ്ലിമത്തായ ഒരു സ്ത്രീയായിരുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു പെണ്ണായിരുന്നു. അസ്വദുൽ അൻസി സൻആ ആക്രമിക്കുമ്പോൾ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അന്ന് ആ സമയത്ത് സൻആയിലുണ്ട്. അവിടുന്ന് സ്വന്തം രക്ഷാർത്ഥം സൻആയിൽ നിന്ന് മഗ്രിബിലേക്ക് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. സൻആയിൽ നിന്ന് മഗ്രിബിലേക്ക് എത്തിയ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഹളറമൗത്തിലേക്ക് അവിടെ നിന്ന് വീണ്ടും കടന്നുപോയി. മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഗവർണർമാരെല്ലാവരും കൂടി ചേർന്ന് താഹിർ ബിൻ അബീ ഹാല റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപം ചെന്ന് അക്ക് പർവ്വതത്തിൻ്റെ സ്ഥലങ്ങളിൽ പ്രത്യേകമായ പ്രദേശങ്ങളിൽ അവർ അഭയം തേടി. അസ്വദുൽ അൻസിയുടെ സൈന്യം ഓരോ സ്ഥലങ്ങളും കീഴടക്കിക്കൊണ്ട് മുന്നേറുകയാണ്. തെക്ക് ഹളർമൗത്തും സൻആഉം മുതൽ വടക്ക് ത്വായിഫ് വരെയും കിഴക്ക് ബഹ്റൈൻ വരെയുമുള്ള രാജ്യങ്ങൾ അവർ അധീനത്തിലാക്കി. യമൻ ഏകദേശമൊക്കെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് അസ്വദുൽ അൻസി യമൻ്റെ ഭാഗങ്ങൾ മിക്കവാറും കൈയടക്കിയിട്ടുണ്ട് എന്ന വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുമ്പോൾ നേരിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലും അസ്വദുൽ അൻസിയെ കീഴ്പ്പെടുത്തണമെന്ന് യമനിലെ മുസ്ലിമീങ്ങൾക്ക് വബർ ഇബ്നു യുഹന്നിസ് എന്നവർ മുഖേന ഒരു കത്ത് കൊടുത്തയച്ച് റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശം നൽകുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു ഈ കത്ത് എല്ലാ ഗവർണർമാർക്കും പേർഷ്യൻ വംശജരായ എല്ലാ മുസ്ലിം നേതാക്കൾക്കും രഹസ്യമായ രൂപത്തിൽ കൈമാറി. പ്രവാചകന് നിർദ്ദേശം കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷമായി, അവർക്ക് ധൈര്യമായി. അവർ പരസ്പരം അസ്വദിനെ വധിക്കുവാൻ എന്തു ചെയ്യും എന്ന് ചർച്ചകളിൽ മുഴുകുകയാണ്. അസ്വദുൽ അൻസിയെ വധിക്കുവാൻ ആലോചന നടത്തുന്നതിനു വേണ്ടി വബർ ഇബ്നു യുഹന്നിസ്, ദാദവൈഹി അൽ ഫാരിസി, അബു അബ്ദില്ല ഫൈറൂസ് ദൈലമി എന്നിവർ ദാദവൈഹി എന്നവരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. മൂന്ന് പേരും കൂടി ചേർന്നുകൊണ്ട് ആലോചനകൾ നടത്തുകയാണ്. മൂന്നുപേരും പേർഷ്യൻ വംശജരായ മുസ്ലിമീങ്ങളാണ്. വബർ, ഫൈറൂസ് എന്നവർ മദീനയിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ട് വിശ്വസിച്ചവരാണ്,
ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. ദാദവൈഹിയും മുസ്ലിമായിട്ടുണ്ട്. അസ്വദുൽ അൻസിയുടെ ഒരു സൈനിക നേതാവായിരുന്ന ഖൈസ് ബിൻ അബ്ദി യഊസ് എന്ന ആൾ അസ്വദുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ കാര്യം ഇവർക്കറിയാമായിരുന്നു. അധികാരം കിട്ടി ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കിയപ്പോൾ തന്നെ അവഗണിച്ചു എന്ന കാരണം കൊണ്ടാണ് ഖൈസ് ബിൻ അബ്ദി യഊസ് അദ്ദേഹത്തിൻ്റെ നേതാവായിരുന്ന അസ്വദുൽ അൻസിയുമായി തെറ്റിപ്പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഖൈസ് ബിൻ അബ്ദി യഊസ് തങ്ങളുടെ കൂടെ നിൽക്കുമെന്നും അസ്വദിനെ കൊല്ലുവാൻ തങ്ങൾക്ക് സഹായകമാകുമെന്നും ഇവർ കരുതി. അങ്ങനെ അവർ ഖൈസുമായി ബന്ധപ്പെടുകയും അസ്വദിനെ കീഴ്പ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുകയും ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം ഈ വിഷയത്തിലുണ്ട് എന്ന് കൂടി അറിഞ്ഞപ്പോൾ ഖൈസ് എന്ന വ്യക്തിക്ക് വലിയ സന്തോഷമാവുകയും ചെയ്തു. അങ്ങനെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. 4 പേരും കൂടി പദ്ധതി നടപ്പാക്കുവാൻ വേണ്ടി രഹസ്യമായി പിന്നീട് ഗൂഢാലോചനകളും കൂടിയാലോചനകളും നടത്തി. നേരത്തെ നമ്മൾ അസ്വദുൽ അൻസി ബലം പ്രയോഗിച്ചുകൊണ്ട് ആദാദിനെ വിവാഹം കഴിച്ച കാര്യം പറഞ്ഞിരുന്നു. ആദാദ് പതിവ്രതയായ നല്ല ഒരു മുസ്ലിമത്തായ സ്ത്രീയായിരുന്നുവെന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അസ്വദിൻ്റെ ഭാര്യയാണ് ആദാദ്. അതുപോലെ ഫൈറൂസ് എന്നവരുടെ പിതൃ സഹോദര പുത്രിയുമാണ്. അങ്ങനെ അവർ ആദാദിനെ കണ്ട് സഹായം തേടാൻ തീരുമാനിക്കുകയാണ്. ഫൈറൂസ് ആണ് എന്ന നിലയിൽ ഫൈറൂസ് അവരുടെ കൊട്ടാരത്തിലെത്തുകയും അസ്വദുൽ അൻസിയുടെ കൊട്ടാരത്തിൽ ചെന്ന് ആദാദിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അസ്വദിൻ്റെ കീഴിൽ ഭാര്യയായി നിലകൊള്ളാൻ ഒരിക്കലും താല്പര്യമില്ലാതിരുന്ന ആദാദ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി കഴിയുകയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അസ്വദുൽ അൻസിയെ കൊല്ലുന്നതിനു വേണ്ടി സർവ്വ പിന്തുണയും നൽകുവാൻ ആദാദ് തയ്യാറാവുകയാണ്. ആദാദിൻ്റെ സഹായത്തോടുകൂടി ഫൈറൂസും ദാദവൈഹിയും ഖൈസും ചേർന്ന് രാത്രി കൊട്ടാരത്തിൻ്റെ പിറകിലെത്തി ഭിത്തി തുരന്ന് അസ്വദുൽ അൻസി കിടക്കുന്ന മുറിക്കകത്ത് പ്രവേശിച്ച് അദ്ദേഹത്തെ വധിക്കുകയാണ്. അസ്വദിനെ കൊന്ന വിവരം സുബഹി ബാങ്കിൻ്റെ സമയത്ത് വബർ ഉച്ചത്തിൽ ബാങ്ക് വിളിച്ച് അസാധാരണമായ ബാങ്ക് വിളി കേട്ട് ആളുകൾ കൊട്ടാരത്തിന് മുറ്റത്തേക്ക് ഓടിയെത്തുകയും അസ്വദ് വധിക്കപ്പെട്ടു എന്ന വിവരം അദ്ദേഹം ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ട മാത്രയിൽ അസ്വദിൻ്റെ അനുയായികൾ പരിഭ്രാന്തരായി ജീവനും കൊണ്ടോടി. സത്യവിശ്വാസം ഉള്ളിലൊതുക്കി ഭയചകിതരായി കഴിഞ്ഞിരുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങൾ രംഗത്തു വന്നു. ഇതേ സമയത്ത് മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്വദുൽ അൻസി മരിച്ചിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പ്രവാചകൻ തൻ്റെ കൂടെയുള്ള സഹാബത്തിനെ അറിയിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസ്വദുൽ അൻസി കൊല്ലപ്പെട്ടുവെന്ന കാര്യം ദിവ്യബോധനമായി ആ സമയത്ത് തന്നെ ലഭിച്ചിരുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഇന്നലെ രാത്രി അസ്വദ് വധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു അനുഗ്രഹീത കുടുംബത്തിലെ അനുഗ്രഹീതനായ ഫൈറൂസാണ് അസ്വദിനെ വധിച്ചിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് വിവരിച്ചു കൊടുത്തു. അസ്വദ് കൊല്ലപ്പെട്ടപ്പോൾ യമൻ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി മാറുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗവർണർമാരെല്ലാവരും അവരുടെ സ്ഥാനങ്ങളിൽ, അവരുടെ തൽസ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തുകയാണ്. അസ്വദിൻ്റെ കെണിയിൽ വീണ് ഇസ്ലാം ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങൾ പല ആളുകളും എല്ലാവരും ഒന്നിച്ച് ഇസ്ലാമിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വരികയാണ്. സൻആയിലെ ജനങ്ങൾ സൻആഇൻ്റെ ഗവർണർ കൊല ചെയ്യപ്പെട്ട കാരണത്താൽ തങ്ങൾക്ക് പുതിയൊരാളെ വേണമെന്ന്, മദീനയിൽ നിന്ന് ആളെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഒരാളെ ആകുന്നതുവരെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അവർ നേതാവായി അംഗീകരിക്കുകയും ചെയ്തു. ഈ കത്തുമായി അസ്വദ് വധിക്കപ്പെട്ടു എന്ന വിവരവുമായിട്ട് ദൂതൻ കടന്നു വന്ന് മദീനയിലേക്ക് എത്തിയപ്പോഴേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ ജനങ്ങൾ ഖലീഫയായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കത്ത് സ്വീകരിച്ചു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ശേഷം, ഖിലാഫത്ത് ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന് ലഭിച്ച ആദ്യത്തെ സന്തോഷ വാർത്തയായിരുന്നു ഇത്. അസ്വദുൽ അൻസി മരിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് അദ്ദേഹം രംഗത്ത് വന്നതിൻ്റെ 4 മാസങ്ങൾക്ക് ശേഷമാണ്. അസ്വദുൽ അൻസിയെ പോലെ തന്നെ മറ്റു പല ആളുകളും പ്രവാചകത്വവാദവുമായി കടന്നു വന്നിരുന്നുവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു.
അള്ളാഹുവിൻ്റെ സത്യദീനിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിച്ചപ്പോൾ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രീതിയും ജനങ്ങൾക്കിടയിൽ സമ്മതവും അംഗീകാരവും ഉന്നത പദവിയും നേടിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് ഈ ഗോത്രത്തിൻ്റെ നേതാക്കന്മാർ പലരും മനസ്സിലാക്കുകയാണ്. അവർ കരുതിയത് ഒരു പ്രവാചകത്വവാദവുമായി കടന്നു വന്നാൽ തന്നെ ആളുകൾക്കിടയിൽ വലിയ ഉന്നത സ്ഥാനത്തിന് താങ്കൾ അർഹനാകും, ഓരോരുത്തരും അർഹരാകുമെന്നായിരുന്നു. പ്രവാചകന് ഖുറൈശികൾ മാത്രമല്ലല്ലോ, മറ്റു എല്ലാ ഗോത്രക്കാരുടെയും ഇടയിൽ സ്വീകാര്യത ഉണ്ടായിരുന്നുവല്ലോ. ഇവർ കരുതിയത് ഏറ്റവും ചുരുങ്ങിയത് തങ്ങളുടെ ഗോത്രത്തിലെങ്കിലും തങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കുവാൻ സാധ്യമാകുമല്ലോ എന്നായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് താനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് എന്നും ഭൂമി പകുതി വീതം തനിക്കും ഖുറൈശികൾക്കുമിടയിൽ ഭാഗിക്കണമെന്നും 2 ദൂതന്മാർ മുഖേന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുക പോലും ചെയ്തിരുന്നു. മുസൈലിമ മറ്റൊരു കള്ളപ്രവാചകനാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അധികമാകാത്ത പല ആളുകളും, പല ഗോത്രത്തിലെ ആളുകളും ഇവരുടെ വലയിൽ വീഴുകയും ഇവരുടെ കണിയിൽ വീണു പോവുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ വാർത്ത പരന്നപ്പോൾ പല ആളുകളും പല ഗോത്രങ്ങളും ഇസ്ലാം കൈവിട്ടു പോയപ്പോൾ മക്കയും മദീനയും ത്വായിഫും മാത്രമാണ് ഇസ്ലാമിൽ അടിയുറച്ചു നിന്നത്. ആ 3 പ്രദേശങ്ങളുമാകട്ടെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ കൊണ്ട് വലയം ചെയ്യപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങളെല്ലാവരും ആകെ ഭയവിഹ്വലരായിരുന്നു ആ സമയത്ത്. മക്കയും മദീനയും അല്ലാതെ മറ്റൊരു പ്രദേശത്തും ജുമുഅ നടക്കാത്ത ഒരു അവസ്ഥ പോലും സംജാതമായിരുന്നു. ആ കുഴപ്പങ്ങൾക്കൊക്കെ ശേഷം പിന്നീട് ആദ്യമായി ജുമുഅ സ്ഥാപിക്കപ്പെട്ടത് ബഹ്റൈനിലെ ജവാസ എന്ന ഗ്രാമത്തിലായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തെ സിറിയയിലേക്ക് പറഞ്ഞയക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന ശിരസ്സ വഹിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തൻ്റെ സന്തത സഹചാരിയായി നിലകൊണ്ട മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പ്രവാചകനിൽ നിന്ന് പകർന്നു കിട്ടിയ നിശ്ചയദാർഢ്യം, ആത്മധൈര്യം, ആ ഒരു ധീരത, അത് മുഖേന എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹത്തിന് തുടച്ചു നീക്കുവാൻ സാധ്യമായി എന്നുള്ളതാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണല്ലോ. അവിടുന്ന് പറയുകയാണ് തൻ്റെ പിതാവിനെ കുറിച്ച്, എൻ്റെ പിതാവ് ഭരണം ഏറ്റെടുക്കുമ്പോൾ അകപ്പെട്ടു പോയ പ്രതിസന്ധികൾ അത് പർവ്വതങ്ങളെപ്പോലും പിളർത്തുമാറ് ഭയാനകരമായിരുന്നു എന്നാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾക്ക് അള്ളാഹു കനിഞ്ഞേകിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ വലിയ വിപത്തിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നു എന്നാണ്. അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും അള്ളാഹു ആരാധിക്കപ്പെടുമായിരുന്നില്ല എന്നാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത്. ബദർ രണാങ്കണത്തിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഇതിന് സമാനമായ ഒരു പ്രാർത്ഥന, അതിന് സമാനമായ ഒരു വാക്കാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നില്ല ഭരണമേറ്റെടുക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ വലിയ വിപത്തിലേക്ക് മുസ്ലിം ലോകമൊന്നാകെ കടന്നു പോകുമായിരുന്നു എന്നറിയിക്കുവാൻ വേണ്ടി പറഞ്ഞു വെക്കുന്നത്. മുർത്തദ്ദുകളായിട്ടുള്ള ആളുകളോട് യുദ്ധം ചെയ്യുക എന്നുള്ള വലിയ ഒരു കടമ്പ കൂടി കടക്കേണ്ടതുണ്ടായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെയും സൈന്യത്തിൻ്റെയും തിരിച്ചുവരവിനായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. അതിനിടയിൽ വാദിൽ ഖുറ എന്ന സ്ഥലത്തിൻ്റെയും തയ്യ് പർവ്വതത്തിൻ്റെയും സമീപത്തുള്ള നജ്ദ്കാരായിട്ടുള്ള
അബസ്, ദുബിയാൻ 2 ഗോത്രങ്ങൾ ഇവർ സംഘടിച്ചുകൊണ്ട് മദീന ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. അവരിലെ ഒരു കൂട്ടം ആളുകൾ അബ്റക്ക് എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു കൂട്ടം ആളുകൾ ദുൽഖസ്സ എന്ന് പറയുന്ന സ്ഥലത്തും താവളമടിച്ചു. അബ്റക്ക് എന്ന സ്ഥലം മദീനയിൽ നിന്ന് ഏകദേശം 120 മൈൽ ദൂരത്താണുള്ളത്. ദുൽഖസ്സ എന്ന സ്ഥലം 12 മൈൽ ദൂരത്തുമാണുള്ളത്. കിനാന ഗോത്രക്കാരും അസദ് ഗോത്രക്കാരും അവരിൽപ്പെട്ട കുറേ ആളുകളും ഈ ആളുകളുടെ കൂടെ ചേർന്ന് നിന്നു. നിസ്കാരം ഒഴിവാക്കി കൊടുക്കണമെന്നും സക്കാത്ത് ഒഴിവാക്കി കൊടുക്കണമെന്നും നിസ്കരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിൽപ്പെട്ട ഒരു പറ്റം ആളുകൾ മദീനയിലേക്ക് കടന്നു വരികയാണ്. ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ആവശ്യമുന്നയിക്കുമ്പോൾ, അള്ളാഹുവാണ് സത്യം, ഒരൊട്ടകത്തിൻ്റെ കയറ് പോലും നിങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. അവർ തിരിച്ചുപോയി. മദീന ഭീതിയിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുറപ്പുവരുത്താൻ വേണ്ടി, സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻ, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മദീനയുടെ കവാടങ്ങളിലേക്ക് അയച്ച് കാവൽ ശക്തിപ്പെടുത്തി. ബാക്കിയുള്ള ആളുകളെ വിളിച്ച് യുദ്ധത്തിനു വേണ്ടി തയ്യാറാകാനും പള്ളിയിൽ സംഘടിച്ചു നിൽക്കുവാനും അദ്ദേഹം പറയുകയാണ്. മദീനയിൽ ആളുകൾ കുറവാണ് എന്ന് ശത്രുക്കൾ മനസ്സിലാക്കി ഒരു യുദ്ധത്തിനു വേണ്ടി അവർ തയ്യാറായി വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കരുതിയിരിക്കണമെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളുകളെ ധരിപ്പിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിഗമനം ശരിയായി. അവർ കുറേയധികം ആളുകൾ മദീന കൊള്ളയടിക്കുവാൻ പറ്റിയ അവസരമാണ് ഇതെന്ന് കണക്കാക്കി കടന്നു വരികയാണ് രാത്രി സമയത്ത്. മദീനയുടെ കവാടങ്ങളിൽ സുരക്ഷയ്ക്ക് വേണ്ടി നിർത്തിയിരുന്ന സഹാബത്ത് വന്ന ആളുകളെ വിരട്ടി ഓടിക്കുകയാണ്, തുരത്തി ഓടിക്കുകയാണ്. ഇതറിഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കണം, ഇനിയും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അവിടെ തന്നെ നിലകൊള്ളണമെന്ന് പറയുകയാണ്. അങ്ങനെ പള്ളിയിൽ സമ്മേളിച്ചിരുന്ന സഹാബത്തിനെയും കൂട്ടി മദീനയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം പുറപ്പെടുകയാണ്. വിപ്ലവകാരികളുടെ താവളത്തിലേക്ക് ഇരച്ചു കയറി അവരെ ആക്രമണം നടത്തുകയാണ്. മദീനയിൽ കാര്യമായി ആളുകൾ ആരുമില്ല എന്ന് കരുതി ഉറക്കത്തിൽപ്പെട്ടിരുന്ന ആളുകൾ ശ്രദ്ധയോടുകൂടി നിന്നിട്ടില്ല എന്ന കാരണത്താൽ, അവർ കാര്യമായി ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന കാരണത്താൽ മുസ്ലിങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദുൽഖസ്സ വരെ മുസ്ലിം സൈന്യം അവരെ പിന്തുടർന്നു പോയി. ശത്രുക്കൾ ദുൽഖസ്സയിൽ കുറേയധികം ആളുകളെ അവിടെ നിർത്തിയിട്ടാണ് അവർ കടന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നൊരു പറ്റം ആളുകൾ ദുൽഖസ്സയിൽ നിന്നിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ആയുധവിഭൂഷിതരായി പ്രത്യാക്രമണം നടത്തി. അങ്ങനെ ആൾബലമുണ്ടായിരുന്ന ശത്രുക്കളുടെ പുതിയ യുദ്ധതന്ത്രങ്ങളിൽ പരിചയമില്ലാതിരുന്ന ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങളുടെ പുറത്തിരുന്ന ആളുകളെയും വഹിച്ചുകൊണ്ട് മദീനയിലെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞോടുകയാണ്. മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടുവെന്ന് വിചാരിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് അബസും ദുബിയാനും സംഘവും സന്തോഷത്തോടുകൂടി കഴിഞ്ഞു. എന്നാൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും മുസ്ലിമീങ്ങൾക്കും അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവരുറങ്ങിയില്ല. കുറഞ്ഞ ആൾബലം മാത്രമേ, സൈനിക ബലം മാത്രമേ തൻ്റെ പക്കലുള്ളൂ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാം. വലതും ഇടതും മുന്നിലുമായി 3 വിഭാഗമായി യോദ്ധാക്കളെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അണിനിരത്തി. വലതുഭാഗത്തെ നേതാവായി നുഅ്മാൻ ഇബ്നു മുഖർറിൻ റളിയല്ലാഹു അൻഹുവിനെയും ഇടതുഭാഗത്തെ നേതാവായി അബ്ദുല്ലാഹി ഇബ്നു മുഖർറിൻ റളിയല്ലാഹു അൻഹുവിനെയും മുൻഭാഗത്തെ നേതാവായി സുവൈദ് ഇബ്നു മുഖർറിൻ റളിയല്ലാഹു അൻഹുവിനെയും ചുമതലപ്പെടുത്തുകയാണ്. രാത്രി തന്നെ സഞ്ചരിച്ചുകൊണ്ട് ശത്രുപാളയത്തിലേക്ക് ഈ 3 പേരുടെയും നേതൃത്വത്തിൽ മുസ്ലിം സൈന്യമൊന്നാകെ ഇരമ്പിയെത്തുകയും മുസ്ലിമീങ്ങൾ ഇനി ഒരു ആക്രമണത്തിന് മുതിരില്ല, അവർ കുറഞ്ഞ ആളുകളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി
സുഖനിദ്രയിൽ കഴിഞ്ഞിരുന്ന ഉറങ്ങിപ്പോയിരുന്ന സൈന്യത്തിൻ്റെ മേൽ മുസ്ലിം പടയാളികൾ ഒരു ആക്രമണം നടത്തുകയും അവരെ വിരട്ടിയോടിക്കുകയും ചെയ്യുകയാണ്. ശത്രുക്കൾ പരാജയപ്പെട്ടത് കണ്ടപ്പോൾ തൽക്കാലം യുദ്ധം അവസാനിപ്പിച്ച് നുഅ്മാൻ ഇബ്നു മുഖർ റളിയല്ലാഹു അൻഹുവിനെയും ഒരു സംഘം യോദ്ധാക്കളെയും ദുൽഖസ്സ എന്ന സ്ഥലത്ത് നിർത്തിയ ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൈന്യവും മദീനയിലേക്ക് തന്നെ മടങ്ങുകയാണ്. ശത്രുക്കൾക്കെതിരെ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നേടിയെടുക്കുന്ന ആദ്യത്തെ വിജയമായിരുന്നു ദുൽഖസ്സ വിജയം. മുർത്തദ്ദുകളായിട്ടുള്ള ആളുകൾ വസിച്ചിരുന്ന പല പ്രദേശങ്ങളിലേക്കും വീണ്ടും പടയൊരുക്കം നടത്തുവാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. മൊത്തം സൈന്യത്തെ 11 വിഭാഗമാക്കി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു. ഓരോ വിഭാഗത്തിനും അമീറുമാരെ നിശ്ചയിക്കുകയും അവർ പടയോട്ടം നടത്തേണ്ട പ്രദേശങ്ങൾ, സ്ഥലങ്ങൾ, ഗോത്രങ്ങൾ എല്ലാം നിർണയിച്ചു കൊടുക്കുകയും ചെയ്തു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർണയിച്ചു കൊടുത്ത 11 പേർ, ഒന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. കള്ളപ്രവാചകനായ തുലൈഹത്ത് ബിൻ ഖുവൈലിദിൽ അസദി, മാലിക് ബിൻ നുവൈറ എന്നിവർക്കെതിരെ യുദ്ധം ചെയ്യുവാനാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കപ്പെട്ടത്. രണ്ടാമത്തെ വ്യക്തി ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ആണ്. മറ്റൊരു കള്ളപ്രവാചകനായിരുന്ന മുസൈലിമത്തുൽ കദ്ദാബിനോട് യുദ്ധം ചെയ്യുവാനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നത്. മൂന്നാമതായി ശുറഹ്ബീൽ ബിൻ ഹസന റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സഹായ സൈന്യത്തെ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് പിന്നീട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നാലാമത്തെ സൈന്യത്തിൻ്റെ നേതാവ് മുഹാജിർ ബിൻ അബി ഉമയ്യ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത് യമൻ, കിന്ദ, ഹളർമൗത്ത് എന്നീ സ്ഥലങ്ങളിലായിരുന്നു. അഞ്ചാമത്തെ വ്യക്തി ഖാലിദ് ബിൻ സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സിറിയയിലെ മഷാരിഫ് എന്ന പ്രദേശത്തേക്കായിരുന്നു അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത്. ആറാമത്തെ വ്യക്തി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖുദാഅ, വദീഅ, ഹാരിസ് എന്നീ ഗോത്രങ്ങൾക്കെതിരെയാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് പുറപ്പെടേണ്ടിയിരുന്നത്. അടുത്തത് ഏഴാമത്തെ വ്യക്തി ഹുദൈഫത്ത് ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒമാൻ്റെ പ്രദേശമായ ദബ്ബ എന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹത്തിന് പുറപ്പെടേണ്ടിയിരുന്നത്. എട്ടാമത്തെ വ്യക്തി അർഫജത്ത് ബിൻ ഹർസമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മഹ്റ എന്ന സ്ഥലത്തേക്കാണ് പുറപ്പെടേണ്ടിയിരുന്നത്. ഒമ്പതാമതായി തുറൈഫത്ത് ബിൻ ഹാജിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ബനു സുലൈം, ഹവാസിൻ ഗോത്രങ്ങൾക്കെതിരെയാണ് പടപ്പുറപ്പാട് നടത്തേണ്ടിയിരുന്നത്. പത്താമത്തെ വ്യക്തി സുവൈദ് ബിൻ മുഖരിൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത് തിഹാമത്തുൽ യമനിലേക്കാണ്. 11ാമത്തെ വ്യക്തി അലാ ഇബ്നു ഹദ്റമി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത് ബഹ്റൈനിലേക്കുമായിരുന്നു. ആളുകൾ ഇസ്ലാമിനെ കൈയൊഴിഞ്ഞ് അവരുടെ പഴയ മതത്തിലേക്കും മറ്റും കടന്നു പോവുകയും അവരുടെ ഇസ്ലാമിനെ ഉപേക്ഷിക്കുകയുമൊക്കെ ചെയ്തത് അവർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണയുടെ പേരിലാണ് എന്ന് മനസ്സിലാക്കിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടേക്ക് ഒരു സൈന്യത്തെ അയക്കുകയാണ് എങ്കിലും ആ സൈനിക നടപടികൾക്ക് മുമ്പായി ആളുകളെ വിളിച്ചുകൂട്ടുകയും അവർക്ക് മുമ്പിൽ ഒരു വിളംബരം നടത്തുകയും ചെയ്തിരുന്നു. ഇസ്ലാമിനെ നിങ്ങൾ കൈയൊഴിയരുത്, നിങ്ങൾ സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഏതു വിധേനയാണോ കഴിഞ്ഞത് അതുപോലെ നിങ്ങൾ കഴിയണമെന്ന് പറഞ്ഞ് അവരെ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും കടന്നു വരുന്നവരെ ഒരു നിലക്കും ഒരു പ്രയാസവും വരുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാനും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രമിച്ചിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്ത മറ്റൊരു മഹത്തായ കർമ്മം വിശുദ്ധമായ ഖുർആൻ്റെ ക്രോഡീകരണമാണ്. 20-ലേറെ വർഷങ്ങൾ കൊണ്ട് അവതീർണമായ വിശുദ്ധമായ ഖുർആൻ അതവതരിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം ഈത്തപ്പനയുടെ മടലിലും മട്ടലിലും അതിൻ്റെ തുകലിലും തുണിയിലും കന്നുകാലികളുടെ എല്ലുകളിലുമൊക്കെയായി വിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തിയിരുന്നു. അവർ സാധാരണഗതിയിൽ അവർ കൂടുതലായി ഖുർആനെ സൂക്ഷിച്ചിരുന്നത് അവരുടെ ഹൃദയങ്ങളിലായിരുന്നു. എന്നാൽ യുദ്ധങ്ങളിൽ പലപ്പോഴായി ഖുർആൻ മനപ്പാഠമുള്ള ഹാഫിദുകളായ സ്വഹാബത്തുകൾ പല ആളുകളും കൊല്ലപ്പെടുകയുണ്ടായി.
യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നടന്ന യുദ്ധത്തിൽ മാത്രം 70ഓളം ഹാഫിളീങ്ങൾ രക്തസാക്ഷികളായി മാറി. ഇതോടെ ഖുർആൻ്റെ കാര്യത്തിൽ ഒരുപാട് ഭയപ്പാടിലായി മുസ്ലിം സമൂഹം. ഏറ്റവും കൂടുതൽ ആ വിഷയത്തിൽ ഭയപ്പെട്ടത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം വന്നുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യുദ്ധങ്ങളിൽ ഒരുപാട് ഖുർആ വധിക്കപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ പലതും ഭാവിയിൽ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചോദിക്കുകയാണ്, കൈഫ അഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതർ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് ചെയ്യുക? ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഖുർആൻ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതും ക്രോഡീകരിക്കുന്നതുമാണ് നല്ലത്. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ എന്നോട് ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം എനിക്ക് അതാണ് നല്ലതാണ് എന്ന്, അതുതന്നെയാണ് നല്ലത് എന്ന് അള്ളാഹുവിൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുമാറ് ഉമർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടത് പോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ ക്രോഡീകരിക്കുവാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധമായ ഖുർആനിൻ്റെ ക്രോഡീകരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, താങ്കൾ യുവാവും ബുദ്ധിമാനും വിശ്വസ്തനുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഖുർആൻ എഴുതിയിരുന്ന ആളാണല്ലോ താങ്കൾ. അതിനാൽ ശ്രദ്ധാപൂർവം പരിശോധിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഈ കർമ്മം നിങ്ങൾ നിർവഹിക്കണം. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചു. ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലുള്ള ഏടുകളും മറ്റും തുകലുകളും മറ്റുമൊക്കെ പലയിടങ്ങളിലായി എഴുതി സൂക്ഷിക്കപ്പെട്ടിരുന്നവകളൊക്കെ അദ്ദേഹം ക്രോഡീകരിച്ചു. എല്ലാം ഒത്തുനോക്കി അവസാനം ഗ്രന്ഥത്തിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെ ക്രോഡീകരിക്കുന്നതും അതിന് മുസ്ഹഫ് എന്ന പേര് വിളിക്കുന്നതും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ മുസ്ഹഫ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു. അതിനുശേഷം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയുമായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈകളിലേക്ക് എത്തുകയാണ് ചെയ്തത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിൻ്റെ സൗകര്യത്തിനു വേണ്ടി അറേബ്യ എന്ന സ്ഥലത്തെ അറേബ്യയെ മൊത്തത്തിൽ 10 സംസ്ഥാനങ്ങളായി തിരിച്ചിരുന്നു. ഓരോ സംസ്ഥാനത്തിലേക്കും ഓരോ അമീറുമാരെയും നിയമിച്ചിരുന്നു. മക്ക, ത്വായിഫ്, സൻആ, ഹളർമൗത്ത്, ഖൗലാൻ, സബീഅ്, റിംഅ, ഏഴാമത്തത് ജനദ്, നജ്റാൻ, ജറഷ്, ബഹ്റൈൻ എന്നീ 10 പ്രദേശങ്ങളാണത്. മക്കയിലേക്ക് അത്താബ് ബിന് അസീദ് റളിയല്ലാഹു അൻഹു, ത്വായിഫിലേക്ക് ഉസ്മാൻ ബിന് അബിൽ ആസ് റളിയല്ലാഹു അൻഹു, സൻആയിൽ മുഹാജിർ ബിന് അബി ഉമയ്യ റളിയല്ലാഹു അൻ, ഹളർമൗത്തിലേക്ക് സിയാദ് ബിന് ലബീദ് റളിയല്ലാഹു അൻ, ഖൗലാൻ എന്ന സ്ഥലത്തേക്ക് യഅല ബിൻ അബി ഉമയ്യ റളിയല്ലാഹു അൻ, സബീദ് എന്ന സ്ഥലത്തേക്ക് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു, ജനദിലേക്ക് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻ, നജ്റാനിലേക്ക് ജരീർ ബിൻ അബ്ദുല്ലാഹ് അൽ ജബലി റളിയല്ലാഹു അൻ, ജറഷിലേക്ക് അബ്ദുല്ലാഹി ബിൻ സൗർ റളിയല്ലാഹു അൻ, ബഹ്റൈനിലേക്ക് അലാ ഇബ്ൻ അൽ ഹദ്റമി റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ 10 പേരെയാണ് 10 സംസ്ഥാനങ്ങളിലേക്കായി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയമിച്ചിരുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വഫാത്തിനോടനുബന്ധിച്ചിട്ടുള്ള രോഗമുണ്ടാകുന്നത് പിടിപെടുന്നത് ഹിജറ 13 ജമാദുൽ ആഖിർ 7 തിങ്കളാഴ്ചയാണ്. നല്ല തണുപ്പുള്ള ആ ദിവസം കുളി കഴിഞ്ഞതോടെ പനി തുടങ്ങുകയാണ്. അതിനു മുമ്പ് തന്നെ ശരീരം ശോഷിച്ച് വിളർച്ച ബാധിച്ചിരുന്നു മഹാനുഭാവന്. തീരെ വയ്യാതെ പള്ളിയിലേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ ആളുകൾക്ക് ഇമാമായി നിസ്കരിക്കുവാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. വൈദ്യനെ വിളിക്കാൻ ആളുകൾ ആരോ സമ്മതം ചോദിച്ചപ്പോൾ വൈദ്യൻ വന്നിരുന്നു. പക്ഷേ
ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു അവിടുന്ന് മറുപടി കൊടുത്തത്. ഈ വിഷയം യഹ്യ ഉലൂമുദ്ദീനിൽ കാണാൻ കഴിയും. ചികിത്സ ഒരിക്കലും ആവശ്യമില്ല, ഇപ്പോൾ ഈ രോഗത്തിൽ ഞാൻ മരിക്കുവാൻ പോവുകയാണ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഗ്യതയുള്ള ഒരുപാട് ആളുകൾ തൻ്റെ ശേഷം ഖിലാഫത്തിന് അർഹതയുള്ള ഒരുപാട് പേർ ഉണ്ട് എങ്കിലും അതിൽ ഏറ്റവും പ്രധാനികളുമായിട്ടുള്ള 2 പേരെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. തൻ്റെ ശേഷം ഖിലാഫത്തിൻ്റെ കാര്യത്തിൽ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകരുത് എന്ന് കരുതി കൂടിയാലോചന നടത്തിക്കൊണ്ട് ഒരു ഖലീഫയെ നിർദ്ദേശിക്കുവാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുകയാണ്. ശക്തനാണ് എങ്കിലും പരുഷ സ്വഭാവമില്ലാത്ത ഒരാളായിരിക്കണം. ദയാലുവാണെങ്കിലും ആ ദയ ഒരു ദൗർബല്യമായി മാറ്റാത്ത ആളാവണം ഖലീഫയായി ഉണ്ടാവേണ്ടത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളിലേക്ക് വന്ന 2 പേർ, ഒന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹുമാണ്. രണ്ടാമത്തെ വ്യക്തി അഥവാ അലി റളിയല്ലാഹു അൻഹു എന്തു പ്രതിബന്ധങ്ങളും തട്ടിമാറ്റി ഒന്നും വകവെക്കാതെ മുന്നോട്ട് പോകുന്ന പ്രകൃതമാണ്. എന്നാൽ ഒന്നാമത്തെ വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹു പ്രശ്നത്തിൻ്റെ വിവിധമായ വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ദയയും പ്രായോഗിക വശങ്ങളും ആലോചിക്കുന്ന വ്യക്തിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ പിൻഗാമിയാക്കണമെന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട് സഹാബിമാരിൽ പല ആളുകളോടും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആലോചന നടത്തുകയാണ്. ആദ്യമായി ആലോചിച്ചത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവുമായിട്ടാണ്. അഭിപ്രായം ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്താണ് ഉമറിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്പം പരുഷ സ്വഭാവക്കാരനാണ് എങ്കിലും ഒരുപാട് നല്ലവനാണ് അദ്ദേഹം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പരുഷ സ്വഭാവത്തിൻ്റെ കാരണം എൻ്റെ മൃദുല സമീപനമാണ്. ചുമലിൽ അധികാരം വരുമ്പോൾ അത് മാറിക്കൊള്ളും. ഞാൻ ആരോടെങ്കിലും കോപിച്ചാൽ, ദേഷ്യപ്പെട്ടാൽ ഉമർ അയാളെ സാന്ത്വനിപ്പിക്കാറുണ്ടായിരുന്നു. ഞാൻ സൗമ്യമായിട്ട് ആരോടെങ്കിലും പെരുമാറുന്നത് കണ്ടാൽ അയാളോട് അല്പം ഗൗരവത്തോട് തന്നെ ഉമർ പെരുമാറുമായിരുന്നു. പ്രശ്നങ്ങളോടുള്ള എൻ്റെ സമീപനത്തിൻ്റെ താല്പര്യം അദ്ദേഹം സംരക്ഷിക്കാറുണ്ട് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെ ഔസ് ഗോത്രത്തിൻ്റെ നേതാവായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിനോടുമൊക്കെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആലോചന നടത്തി. അവരെല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്. കൂടിയാലോചനകൾക്ക് ശേഷം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഖലീഫയായി നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള വസിയ്യത്ത് പത്രം എഴുതുവാൻ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ട വാചകങ്ങളുമൊക്കെ പറഞ്ഞു കൊടുത്തു. ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യ അസ്മാ ബീബി റളിയല്ലാഹു അൻഹയുടെ സഹായത്തോടെ ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു ഖലീഫയായി നിശ്ചയിച്ചയാളെ നിങ്ങൾക്കിഷ്ടമല്ലേ? ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ കൂടിയാലോചനയിലോ മറ്റോ ഞാനൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെയുമല്ല ഞാൻ ഖലീഫയാക്കിയിരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞപ്പോൾ കൂടിയിരുന്ന ആളുകളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും, അല്ലയോ ഖലീഫ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചതനുസരിച്ച് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അധികാരപത്രവുമായി കടന്നുവന്ന് ജനങ്ങളെ സമീപിച്ചുകൊണ്ട് നിയുക്ത ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ബൈഅത്ത് സ്വീകരിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വകാര്യമായി വിളിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറേ ഉപദേശിക്കുകയും കൈകൾ മുകളിലേക്ക് ഉയർത്തി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വർഷം പ്രതി ശമ്പള ഇനത്തിൽ 6000 ദിർഹം ബൈത്തുൽ മാലിൽ നിന്ന് ഖലീഫയ്ക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് വേണ്ടെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. തൻ്റെ ഭൂസ്വത്ത് മുഴുവനും വിറ്റ് കിട്ടിയ പൈസ, ആ സംഖ്യ മുഴുവൻ ബൈത്തുൽ മാലിലേക്ക് അടയ്ക്കാൻ അദ്ദേഹം കുടുംബത്തോട് വസിയത്ത് ചെയ്തു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ബൈത്തുൽമാലിൽ നിന്ന് കിട്ടിയ സർവ്വതും, ഒട്ടകവും ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രവും എല്ലാം തിരികെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ ഏൽപ്പിക്കണമെന്ന് ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ചു. താൻ മരണാസന്നനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടുകാരോടായി പറയുകയാണ്, എൻ്റെ 2 പഴയ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കി വെക്കണം, വൃത്തിയാക്കി വെക്കണം. എന്നെ അതിലാവണം നിങ്ങൾ കഫൻ ചെയ്യേണ്ടത്. പുതിയ വസ്ത്രങ്ങൾക്ക് കൂടുതൽ ആവശ്യം ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണല്ലോ. അങ്ങനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ 63-ാമത്തെ വയസ്സിൽ ഹിജറ 13-ാം വർഷം ജമാദുൽ ആഖിർ 21 ചൊവ്വാഴ്ച രാത്രി ഈ ലോകത്തോട് വിട പറയുകയാണ്. തൻ്റെ ഭാര്യ അസ്മാ ബീബി റളിയല്ലാഹു അൻഹയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കുളിപ്പിച്ചത്. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിലിൽ പള്ളിയിലേക്കെടുത്തു. റൗള ഷരീഫിൻ്റെയും മിമ്പറിൻ്റെയും ഇടയ്ക്ക് വച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ജനാസ നിസ്കാരം നടന്നു. അത് കഴിഞ്ഞ് അതേ രാത്രിയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തു. ആ പ്രവാചകൻ്റെ ഖലീഫയായ ഖലീഫത്തുർ റസൂലായി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി കഠിനമായി യത്നിച്ച മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ്റെ നിഴലായി കൂടെ നടന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലം കഴിച്ചുകൂട്ടിയത് 2 വർഷവും 3 മാസവും 10 ദിവസവുമായിരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനുഭാവൻ്റെ കൂടെ നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമളാൻ നമുക്കേവർക്കും അള്ളാഹു അനുഗ്രഹത്തിൻ്റെ വിശാലത തുറന്നു തന്ന് അനുഗ്രഹിക്കട്ടെ. റമളാൻ നമുക്ക് അള്ളാഹു അനുകൂലമാക്കി നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. من أصحاب رسول الله رجال 10 خير الناس بعد الرسل كرام بررة أبو بكر عمر وعثمان وعلي وسعيد وسعد طلحة والزبير وعامر وابن العوف تمام 10.